ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് എല്ലാവരും കൂടി തച്ചങ്കോടുള്ള ജ്യോതി ഫാമിലി ഫുഡിലോട്ടാണ് പോകുന്നത്. അവിടെ പോകാൻ കാരണം നമ്മൾ ഒരുപാട് റിവ്യൂ അവിടുത്തെ കണ്ടായിരുന്നു. ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയൊക്കെ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തേക്കുന്നതും കൊതിപ്പിക്കുന്ന വീഡിയോസും കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ചെറിയൊരു കടയാണ്. ഫ്രണ്ടിൽ കട വരുന്നുണ്ട്. ബാക്ക് സൈഡിലാണ് ഒരു ചെറിയൊരു ഹോട്ടൽ കണക്ക് നടത്തുന്നത്. വർക്ക്ഷോപ്പാണ് സൈഡിൽ. ഒരു ചെറിയൊരു സെറ്റപ്പിലാണ് അവരെല്ലാം ചെയ്യുന്നത്. അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞിയും മരച്ചീനി കൊണ്ടുള്ള പുട്ടും ആണ് അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ചെന്ന ഉടനെ പഴങ്കഞ്ഞി കഴിക്കാനായിട്ടാണ് അവിടെ പോയത്. പഴങ്കഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്ര പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മീൻകറി പോലും ഇല്ല. ഫ്രൈ ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ രസം, തൈര്, അച്ചാറ്, ഫിഷ് ഫ്രൈ ഇതാണ് മെയിൻ ആയിട്ട് അവിടെ ഉള്ളത്. അപ്പൊ മീൻകറി അവിടെ ഇല്ലാന്നാണ് അവർ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ കഴിക്കുന്നത് ആ ഒരു ടേസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പഴങ്കഞ്ഞിയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് എക്സ്പെക്ട് ചെയ്താണ് പോയത്. പക്ഷെ അത്ര പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ ആയിരുന്നു. പിന്നെ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും കിട്ടിയില്ല എങ്കിലും ഞാൻ മൊത്തവും കഴിച്ചു ഗൈസ്. എനിക്ക് ആഹാര സാധനം വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആഹാരം ഫുള്ള് കഴിക്കും. എൻ്റെ പാത്രത്തിലുള്ളത്. അവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. കാരണം ഹെവി ആയിരുന്നു. കണ്ടോ? ഞാൻ ഫുള്ള് കഴിച്ചു ഗൈസ്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയ മരച്ചീനി കൊണ്ടുണ്ടാക്കിയ പുട്ടാണ്. അതായത് കപ്പ കൊണ്ടുണ്ടാക്കിയ പുട്ടാണ്. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും അടിപൊളിയായിരുന്നു അവിടുത്തെ കപ്പപ്പുട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടോടെയായിരുന്നു നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നല്ല ഫീൽ ചെയ്ത് കഴിക്കാനും പറ്റി. ആ ചൂടോടെ അവരന്ന് പറഞ്ഞായിരുന്നു നമുക്ക് ചൂടോടെ മാത്രമേ അവർ തരത്തുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. കുറച്ച് ചൂട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയായി പോവും. അതുകൊണ്ട് ആ ചൂടോടെ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊണ്ട് തരുകയായിരുന്നു അവർ ചെയ്തത്. പിന്നെ അതിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ പെരട്ടായിരുന്നേ. പക്ഷെ അത് രണ്ടും അടിപൊളിയായിരുന്നു. ആ കപ്പ കൊണ്ടുണ്ടാക്കിയ പുട്ടും ചിക്കൻ പെരട്ടും അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. ആ കടയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നതും അത് തന്നെയായിരുന്നു. അത് സൂപ്പറായിരുന്നു. അവശതയായി ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. മഴയുണ്ടായിരുന്നു, നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു, ഇടിയും ഉണ്ടായിരുന്നു, മിന്നലും ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് മോളെ വിളിക്കാനായിട്ട് ചേച്ചിയുടെ മോളെ വിളിക്കാൻ ടൈമായിരുന്നു. ചേച്ചിയുടെ മോൾക്ക് കുറച്ച് സ്നാക്സ് മേടിക്കണമായിരുന്നു. അതിന് നമ്മളൊരു കടയിൽ കയറി ചേച്ചിയുടെ കൊച്ചിനുള്ള എല്ലാ സ്നാക്സും കാര്യങ്ങളും എല്ലാം മേടിച്ചതിന് ശേഷമാണ് വീട്ടിലോട്ട് പോണേ. വീട്ടിലെത്തിയപ്പോൾ നമ്മളൊരു 3 മണിയൊക്കെ ആയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിത്തേക്കുള്ള ഫുഡ് പുറത്തുനിന്നാണ്. വീട്ടിലൊന്നും ഇല്ലായിരുന്നു. രാത്രിത്തേക്കുള്ള ഫുഡ് പുറത്തുനിന്നാണ്. പിന്നെ ചേച്ചി ലുലുവിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ പിന്നെയും പോണത് വേറെ എങ്ങുമല്ല, നമ്മളെ ലുലു മാളിലോട്ട് തന്നെയാണ് പിന്നെയും പോകുന്നത്. അങ്ങനെ നമ്മൾ ലുലു മാളിലോട്ട് എത്തി. ഒരു 8:30 മണിയൊക്കെ ആയായിരുന്നു എത്തിയപ്പോഴത്തേക്ക്. ചേച്ചി കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഷോപ്പ് ചെയ്യണമായിരുന്നു. അങ്ങനെ അവിടെ കുറെ ടൈം അങ്ങനെ പോയായിരുന്നു. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് പോസ്റ്റായി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഫ്രൂട്ട് ബേയിലോട്ടാണ്. അവിടെ ചേച്ചിയും കൊച്ചിനും ഒക്കെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാനായിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തതിന് ശേഷം വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു ജ്യൂസ് വരാനായിട്ട്. ആ ടൈം കൊണ്ട് ഞാനൊരു ചായ കുടിച്ചായിരുന്നു. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജ്യൂസൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ ചായ അഡിക്റ്റ് ആണ്. ആ സമയം കൊണ്ട് ഞാൻ ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് ചേച്ചിക്കുള്ള ജ്യൂസ് മണിയടി വന്നു. നമ്മൾ പോയി ജ്യൂസ് എടുത്തു. അങ്ങനെ ജ്യൂസൊക്കെ എടുത്ത് ചേച്ചി എല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയി ദോശ കഴിച്ചു. ഞാൻ പൂരിയാണ് കഴിച്ചത്. ചേച്ചി ദോശ, ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഓരോ ഐറ്റംസ് ഇങ്ങനെ കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചു തീർന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ചേച്ചിയുടെ ഒരു കട ഓപ്പൺ ചെയ്യാണ് ലുലു മാളിൽ. 2U എന്നാണ് കടയുടെ പേര്. രണ്ട് ചേച്ചിമാരും അനു, നോമി മേഡവും കൂടിയാണ് ഈ ഒരു കട ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഓപ്പൺ ആയി കഴിഞ്ഞു. ഷോപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞു. ലുലു മാളിലാണ്. അപ്പം അതിന്റെ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോവാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.